ഒരു അഴിമതി ആരോപണം പോലും ഏറ്റുവാങ്ങാതെ 42 വർഷം ചങ്ങനാശ്ശേരിയുടെ MLA-യും കേരളത്തിന്റെ മന്ത്രിയും ആയിരുന്ന ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപമായിരുന്ന CF തോമസ് സാറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും താല്പര്യമില്ലെന്നും സ്മാരകം നിർമ്മിച്ചില്ലെങ്കിലും ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും CF തോമസിന്റെ ഓർമ്മകളെ ആർക്കും മായ്ക്കാനാകില്ലെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. CF തോമസ് മന്ത്രിയായിരുന്നപ്പോൾ തുക അനുവദിച്ച ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ബസ് സ്റ്റാൻഡിന് CF തോമസിന്റെ പേര് നൽകണമെന്നും ആവശ്യമുന്നയിച്ച് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും സജി പറഞ്ഞു. CF തോമസിന്റെ 4ാം ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയിലെ കബറടത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CF തോമസിന്റെ സ്മരണ നിലനിർത്താൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സജി പറഞ്ഞു. വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, കാതികൻ നിരണൻ രാജൻ, ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന കോർഡിനേറ്റർ ടിജോ കുട്ടുമേക്കാട്ടിൽ, പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, മോഹൻദാസ് അമ്പലാട്ടിൽ, കോട്ടയം ജോണി, രഞ്ജിത്ത് എബ്രാഹിം തോമസ്, ലൗജിൻ മാളിയേക്കൽ, K ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാജേഷ് സുമേഷ് നായർ, രാജേഷ് ഉമ്മൻകോശി, സലികുമാർ കാർത്തികേയൻ, G ജഗദീഷ്, ബിപിൻ സൂര്യനാടൻ, ഷാജി തള്ളകം, സന്തോഷ് മൂക്കിലിക്കാട്ട്, ബിജു തോട്ടത്തിൽ, സുരേഷ് തിരുവഞ്ചൂർ, അഖിൽ ഇല്ലിക്കൽ, ഷാജി താഴ്ത്തുകുന്നൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമായിരുന്ന ബഹുമാനായ CF സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 42 വർഷക്കാലം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ MLA-യും അതോടൊപ്പം മന്ത്രിയുമായിരുന്ന പ്രിയപ്പെട്ട CF തോമസ് സാർ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഴിമതിയുടെ ആരോപണം പോലും അദ്ദേഹം കേൾപ്പിച്ചിട്ടില്ല. അഴിമതിയുടെ കറപുരളാത്ത ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആമുഖമായിരുന്ന പ്രിയപ്പെട്ട CF സാറിൻ്റെ നിര്യാണം കഴിഞ്ഞ് ഇന്ന് 4 വർഷം തിരിഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു, CF സാറിന് ഉചിതമായ സ്മാരകം ചങ്ങനാശ്ശേരിയിൽ നിർമ്മിക്കണം അല്ലെങ്കിൽ പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. നാളിതുവരെ സംസ്ഥാന ഗവൺമെൻറ് ആ സ്മാരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മാത്രമല്ല, 42 വർഷക്കാലം UDF-നെ നയിച്ച UDF-ന്റെ പ്രിയപ്പെട്ട നേതാവായിരുന്ന CF സാറിന് വേണ്ടി ഒരു വാക്ക് ശബ്ദിക്കാൻ ഇവിടുത്തെ UDF-ഉം ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സമരം പോലും കഴിഞ്ഞ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനന്ന് UDF ജില്ലാ ചെയർമാൻ, ഞാൻ പറഞ്ഞു, CF സാറിന് സ്മരണ നിലനിർത്താൻ ഇവിടെ ഉചിതമായ അല്ലെങ്കിൽ സ്മാരകം നിർമ്മിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, CF തോമസ് സാറിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിവേദനം നൽകും. അതിനുശേഷം അത് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, CF സാറ് മന്ത്രിയായിരുന്ന സമയത്ത് തുടക്കം കുറിച്ച KSRTC ബസ് സ്റ്റാൻഡ് പണം അനുവദിച്ചു. പുതിയ MLA വന്നപ്പോൾ അത് പൊളിച്ചു പണിതു. അവിടെ പൊളിച്ചിട്ട് ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. അടിയന്തരമായി CF സാർ തുടക്കം കുറിച്ച ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കണം, അത് പൂർത്തീകരിക്കണം. ആ KSRTC ബസ് സ്റ്റാൻഡിന് CF തോമസ് മെമ്മോറിയൽ KSRTC ബസ് സ്റ്റാൻഡ് എന്നാക്കണമെന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആവശ്യം. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി വരും ദിവസങ്ങൾ നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട CF തോമസ് സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി.